DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 28 ശനി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരും. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ പരമാവധി 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. അടുത്ത അറിയിപ്പ്, ഏറ്റവും സുപ്രധാനമായ ഒരു രേഖയാണ് ആധാർ. അത് കൈമോശം വന്നാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വരെ കാലിയാകുവാൻ സാധ്യതയുണ്ട്. സിം കാർഡുകൾ മുതൽ ബാങ്ക് അക്കൗണ്ട് വരെ എല്ലാത്തിലും നമ്മുടെ ആധാർ നമ്പർ ബന്ധിതമാണ്. അതിനാൽ തന്നെ ആധാർ നഷ്ടമായാൽ ബയോമെട്രിക് സുരക്ഷിതമാക്കുക എന്നത് പ്രധാന കാര്യമാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് ലോക്ക് ചെയ്യുവാൻ സാധിക്കും. അതായത് UIDAIയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ മൈ ആധാറിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ആധാർ സർവീസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ലോക്ക് അൺലോക്ക് ആധാർ അല്ലെങ്കിൽ ലോക്ക് അൺലോക്ക് ബയോമെട്രിക്സ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ലോക്ക് UID അല്ലെങ്കിൽ എനേബിൾ ബയോമെട്രിക് ലോക്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആധാർ നമ്പറും മറ്റ് ആവശ്യമായ വിശദാംശങ്ങളും നൽകുക. ലോക്കിംഗ് പ്രക്രിയ പൂർത്തിയാക്കുവാൻ സ്ക്രീനിലെ നിർദ്ദേശങ്ങൾ പാലിക്കുക. നിങ്ങളുടെ വിരലടയാളവും ഐറിസ് ഡാറ്റയും സുരക്ഷിതമാണ്. നിങ്ങളത് അൺലോക്ക് ചെയ്യുന്നതുവരെ നിങ്ങൾക്കത് വീണ്ടും ഉപയോഗിക്കുവാൻ കഴിയില്ല. നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മൈ ആധാർ ആപ്പ് ഉപയോഗിച്ചും നിങ്ങൾക്കത് ചെയ്യുവാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങളുടെ ആധാർ ലോക്ക് ചെയ്ത് നിങ്ങളുടെ ബയോമെട്രിക് സുരക്ഷിതമാക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ് പാൻ കാർഡുമായി ബന്ധപ്പെട്ടതാണ്. അതായത് പുതിയ പാൻ കാർഡിന് അപേക്ഷിക്കുമ്പോൾ ജൂലൈ 1 മുതൽ ആധാർ നിർബന്ധമാണ്. ജൂലൈ 1 മുതൽ പുതിയ പാൻ കാർഡിന് ആധാർ നമ്പറും ആധാർ വെരിഫിക്കേഷനും നിർബന്ധമാണെന്നാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിന്റെ ഉത്തരവിൽ പറയുന്നത്. നേരത്തെ പാൻ കാർഡ് ലഭിക്കാൻ ആധാർ നിർബന്ധമായിരുന്നില്ല. സാധുതയുള്ള തിരിച്ചറിയൽ രേഖയോ ജനന സർട്ടിഫിക്കറ്റോ നൽകിയാൽ പാൻ കാർഡ് ലഭിക്കുമായിരുന്നു. പുതിയ ചട്ടം അനുസരിച്ചാണ് പുതിയ പാൻ കാർഡ് ലഭിക്കാൻ ആധാർ നിർബന്ധമാക്കിയത്. ടാക്സ് ഫയൽ ചെയ്യുന്നത് കൂടുതൽ സുതാര്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ പരിഷ്കാരമെന്ന് വിദഗ്ധർ പറയുന്നു. ഡിജിറ്റൽ വൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് പുതിയ മാറ്റം. നികുതി വെട്ടിപ്പ് തടയാൻ ഇതേറെ സഹായകമാകുമെന്നും അധികൃതർ അറിയിച്ചു. നികുതി വെട്ടിപ്പ് നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഇതുവഴി സാധിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. നിലവിലുള്ള പാൻ കാർഡ് ഉടമകൾക്ക് ആധാറുമായി പാൻ ലിങ്ക് ചെയ്യുന്നതിനുള്ള അവസാന തീയതി ഡിസംബർ 31 ആധാറുമായി ബന്ധിപ്പിക്കാത്ത പാൻ കാർഡുകൾ അടുത്ത വർഷം മുതൽ പ്രവർത്തനരഹിതമാകും. വ്യാജ പാൻ കാർഡുകളുടെ വ്യാപനം തടയാൻ ലക്ഷ്യമിട്ടാണ് പാൻ കാർഡിനെ ആധാറുമായി ബന്ധിപ്പിക്കണമെന്ന വ്യവസ്ഥ കൊണ്ടുവന്നത്. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ കൈവശം വയ്ക്കുവാൻ അനുവാദമില്ല. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ 10,000 രൂപ വരെ പിഴയും ഈടാക്കുന്നതായിരിക്കും. അടുത്ത അറിയിപ്പ്, ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര വിഭാഗമായ നീലവെള്ള റേഷൻ കാർഡുകാർക്ക് മുൻഗണനാ വിഭാഗമായ PHH പിങ്ക് വിഭാഗത്തിലേക്ക് മാറുന്നതിനായുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്ന തീയതി ജൂൺ 30 വരെയാണ്. ഈ അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ജൂൺ 30 വൈകിട്ട് 5 മണി വരെ സമർപ്പിക്കാവുന്നതാണ്. അതിനാൽ അർഹതയുള്ളവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കേവലം 2 ദിവസം മാത്രമാണുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക.